ഷഫീദ്, ഇന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുകയാണ്. തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കും, ആര് നയിക്കുമെന്നത് സംബന്ധിച്ചുള്ള ഏതാണ്ട് വ്യക്തത വരാൻ പോകുന്ന അക്കാര്യത്തിൽ ഇത്തവണത്തെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ടേം വ്യവസ്ഥ തുടരുമോ, അല്ലെങ്കിൽ അതിൽ ആർക്കൊക്കെ ഇളവ് എന്ന നിർണായകമായ തീരുമാനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ്. ഉറപ്പായിട്ടും രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കിത് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും പ്രധാനം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായിട്ടാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുക. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന 5 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തും. കേരളത്തിൽ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ CPM-നെ നയിക്കണമെന്ന അഭിപ്രായമാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. മുഖ്യമന്ത്രിക്ക് ഇളവ് നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായേക്കും. ടേം വ്യവസ്ഥ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാട് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാനും സാധ്യതയുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗം ഞായറാഴ്ചയാണ് സമാപിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അവലോകനവും ചർച്ചയാകും. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും അവലോകനം ചെയ്യുമെന്ന് CPM-മായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. അതേസമയം രണ്ടാമത്തെ കാര്യം സ്വർണ്ണക്കൊള്ള. രണ്ടാമത്തെ വലിയ വാർത്ത സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഇന്നലെ അദ്ദേഹത്തെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി നേരിട്ട് തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം ആശുപത്രിയിൽ SP ഫോർട്ട് ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. എന്നാൽ ഇന്ന് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രത്യേക സംഘം അദ്ദേഹത്തെ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് കൈമാറും. അതേപോലെ തന്നെ ആശുപത്രി മാറ്റം സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. സ്വർണ്ണക്കൊള്ളയിൽ തന്നെ തന്ത്രി കണ്ഠര രാജീവരുടെ രണ്ടാമത്തെ കേസിലെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം SIT സംഘം ആരംഭിക്കുകയും ചെയ്യും. ഗൂഗിൾ ശരി ഷഫീദ്, ഏതായാലും സ്വർണ്ണക്കൊള്ള കേസിലെ SIT-യുടെ നിർണായക നീക്കങ്ങൾ ഇന്നുണ്ടാകും. ഒപ്പം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ട്രാറ്റജി എന്താണ്, ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിലൊക്കെ വ്യക്തമായ സൂചനകൾ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പുറത്തുവരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.